യെസ്, അദ്ദേഹം പറഞ്ഞതുപോലെ 30 300 വർഷങ്ങൾ കഴിഞ്ഞാലും മലയാളം ഉള്ളിടത്തോളം, മലയാള വായന ഉള്ളിടത്തോളം കാലം വൈക്കം മുഹമ്മദ് ബഷീറിനെ ആരും മറക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിന് അനുമതി ലഭിച്ചതോടെ വികസന പ്രതീക്ഷയിലാണ് കൊല്ലം തുറമുഖം. ആഡംബര കപ്പലുകൾ അടക്കമുള്ളവ തുറമുഖത്തിൽ നങ്കൂരമിടുന്നത് ജില്ലയിൽ വൻ വികസന സാധ്യതകളാണ് തുറന്നിടുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കേന്ദ്ര സർക്കാർ കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിന് അനുമതി നൽകിയത്. ടൂറിസം ഉൾപ്പെടെയുള്ളവയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. വിദേശ രാജ്യങ്ങളിലെ സഞ്ചാരികൾ അടക്കമുള്ളവർക്ക് തുറമുഖം വഴി നേരിട്ട് കൊല്ലത്തെത്താനാകും. ആഡംബര കപ്പലുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇവിടെ യാത്രക്കാരെ ഇറക്കാനും കഴിയും. ഒരു ഫുൾ ഫ്ലഡ്ജഡ് പോർട്ടായി പ്രവർത്തിക്കാനുള്ള ഭരണപരവും സാങ്കേതികവുമായിട്ടുള്ള സകല അനുമതികളും കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ പോർട്ടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തീകരിച്ച് നല്ലതുപോലെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ഗവൺമെന്റ് തയ്യാറായാൽ മാത്രമേ ഇത് ഫലപ്രദമായി മാറാൻ കഴിയൂ. ഹൈടെക് പ്രൊഫഷണലായി ഗവൺമെന്റ് വർക്ക് ചെയ്താൽ മാത്രമേ കൊല്ലം പോർട്ട് നാം ആഗ്രഹിക്കുന്ന നിലയിൽ കൊല്ലത്തിന്റെ വികസനത്തിന് സാധ്യമാക്കാൻ കഴിയും. ഇമിഗ്രേഷൻ സൗകര്യമില്ലാത്തതിനാലാണ് യാത്രാ കപ്പലുകൾക്ക് ഇതുവരെ തുറമുഖത്തടുക്കാൻ കഴിയാതിരുന്നത്. ഇനി മുതൽ യാത്രാ ആവശ്യങ്ങൾക്കൊപ്പം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവസരവും തുറമുഖത്തിന് ലഭിക്കും. മീഡിയ 1 കൊല്ലം.